സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. നൈജീരിയയിൽ സായുധധാരികൾ തട്ടിക്കൊണ്ടുപോയ വൈദികൻ മോചിതനായി. ഒനിക്ഷ. നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ഒനിക്ഷ അതിരൂപത അംഗമായ വൈദികന് മോചനം. മെയ് 15 തട്ടിക്കൊണ്ടുപോയ ഫാദർ ബേസിൽ ഗബ്സുവെ എന്ന വൈദികനാണ് മോചിതനായിരിക്കുന്നത്. 2024 ഇതുവരെ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ 4ാമത്തെ നൈജീരിയൻ വൈദികനാണ്. ദൈവത്തോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ടാണ് മോചന വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നതെന്ന് ഒനിക്ഷ രൂപതയെ പ്രസ്താവിച്ച് വൈദികനെ തട്ടിക്കൊണ്ടുപോയവർ 8 ദിവസത്തിന് ശേഷം മെയ് 23 അർദ്ധരാത്രിയോടെ ഉഫമയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിനും വൈദികന് മോചനം നേടിയെടുക്കാൻ ഇടപെടൽ നടത്തിയ നൈജീരിയൻ സംസ്ഥാനമായ അനംബ്രയുടെ അധികാരികൾക്കും ഒനിക്ഷ അതിരൂപത നന്ദി അർപ്പിച്ചു. വൈദികന്റെ മോചനത്തിനായി പ്രാർത്ഥിച്ചവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടായിരുന്നു അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വലേരിയൻ പറഞ്ഞു. അതേസമയം നൈജീരിയയിൽ വൈദികരെ തട്ടിക്കൊണ്ടുപോകുന്നത് തുടർക്കഥയാണ്. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായ നൈജീരിയയിലെ അദാമാവ സംസ്ഥാനങ്ങളെ യോള രൂപത അംഗമായ ഫാദർ ഒലിവർ ബൂബ എന്ന വൈദികനെ മെയ് 21 അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.